Good morning. Good morning, Maria. Okay, sweet. Thank you, Ayamma. Gloria Terati. ഒന്നും തരത്തില്ല. Gloria ഇടി ചക്കപ്പഴം. ഒന്നും തരത്തില്ല. Gloria Terati. ഒന്നും തരത്തില്ല. ഇടി കൂടെ. ഗുഡ് മോർണിംഗ്. ഇതാര്? കഡ് മത്തായോ? ഓസി മത്തായി. മിസ് ഗ്ലാരിയ തെരാത്തി, ഞാനേ പച്ചവെള്ളം കഴിച്ചിട്ടില്ല. വിശന്ന് കുടൽ കരിഞ്ഞ മണം വരുന്നു. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണം. വന്നേ വന്നേ. യു വാക്ക് ജംഗ്ഷൻ. യു സീ ഹോട്ടൽ പാരഡൈസ് ഉണ്ടക്ഷരത്തിൽ സ്റ്റമക്ക് നിറയെ കഴിച്ചു വാ. മിസ് ഗ്ലാരിയ തെരാത്തി, ഞാൻ മിസ്സിന്റെ കേസ് ഇങ്ങോട്ട് വരിക. വൺ മിസ്റ്റർ ഫെർണാണ്ടസ് ജൂഡോ. താൻ കൊറേ കാലമായിടും എനിക്ക് കല്യാണം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. എന്റെ കൈ കൊണ്ട് ഒരു തുള്ളി പച്ചവെള്ളം എനിക്ക് തരില്ല. സത്യം. തന്റെ യോശിച്ചാപ്പടം നിർത്തറോ? ചി വയറം മത്തായിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. ഓയിലില്ല. ഓയില് വേണ്ട, ഒരു കാപ്പി മതി. കാപ്പി ഇടാൻ തേയിലില്ല. എന്നാ കാപ്പിപ്പൊടി ഇട്ട് ഒരു ചായ കൊടു. എവിടെ നിന്ന് കിട്ടി ഈ സാധനത്തിന്? മെയ്ഡ് ഇൻ ലണ്ടൻ ആയിരിക്കും അല്ലയോ? അയ്യോ, ഇവിടെ പുട്ടൊന്നുമില്ലയോ? പൂട്ടും താഴെ ഒന്നും ഇല്ലടോ. എനിക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് ശരിയാകത്തില്ല. എനിക്ക് വല്ല പുട്ടോ ഒലത്തെറിച്ചയോ മുട്ട റോസ്റ്റോ ഉണ്ടെങ്കിലേ ശരിയാകത്തുള്ളൂ. മുട്ട ഉണ്ടല്ലോ. എവിടെ? അയ്യോ, ഇത് ബുൾസൈ അല്ലയോ? എനിക്ക് ബുൾസൈ കഴിച്ചാൽ വേറെ കുഴപ്പമുണ്ട്. എന്താ? തലവേദന വരും. തനിക്ക് എന്തോ വേണം ഞാൻ ഉണ്ടാക്കി തരാം. താന് എന്റെ ചാർലിയുടെ കാര്യം ഒന്ന് ശരിയാക്കി താ. ആഹാ, ആകുലപ്പെടാതെ ജെയിംസ് കുട്ടിയെ. ഒക്കെ വഴിക്ക് വഴിയെ വഴിയാമണ്ണം വരും. അങ്ങനെ വഴിക്ക് വഴിക്ക് വന്നാ പോരാ. ഞാൻ ഗവനിക്കാത്തോണ്ടാ അവനിങ്ങനെ ഒറ്റത്തടിയായിട്ട് നിൽക്കുന്നതെന്ന് ആളുകൾ ഇപ്പോഴേ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ശരിയല്ലയോ? ജെയിംസ് കുട്ടി അമേരിക്ക പോയി കിടന്നപ്പോ ആകെയുള്ളൊരു കൂടപ്പുറപ്പിനെ മറന്നു. ചാർലി അതൊരു ചാൻസും ആക്കി. ഇഷ്ടത്തിനുള്ള ജീവിതവും ചോദിക്കാനും പറയാനും വേറെ ആരുമില്ല. ഇന്നലെ കൂടി ഈ വിഷയം ആരോ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. എന്ത്? ചെറുക്കം കെട്ടുപ്രായം കഴിഞ്ഞ് പെര നടന്നു നിൽക്കുന്നു. നമസ്കാരമുണ്ടേ. അതുകൊണ്ട് തന്നെ ചില ചില്ലറ പ്രൈവറ്റ് ഇടപാട്. ഇയാളൊരു ഓർത്തില്ല. അതുകൊണ്ട് തന്നെ ചില ചില്ലറ പ്രൈവറ്റ് ഇടപാടുകൾ വെച്ച് നടത്തുന്നു എന്നാണ് ആൾക്കാർ പറയണത്. ആരൊക്കെ പറഞ്ഞത്? തന്നോട് ആരൊക്കെ പറഞ്ഞു? കോട്ടയം ബസ് സ്റ്റാൻഡിൽ വെച്ച് ഞാൻ കേട്ടല്ലയോ? ബസ് സ്റ്റാൻഡിൽ വെച്ച് ആര് പറഞ്ഞു? ഇനിയിപ്പോ ഇട്ടീച്ചനാണോ ഇട്ടീരയാണോ എന്നൊരു സംശയം. ഇനിയിപ്പോ കറിയാച്ചനാണോ? തന്റെ ഒരു മറ്റേ സ്കഡ് പരിപാടി മുന്നോട്ട് വന്നോണ്ടല്ലോ. അത് പോട്ടെ, അത് വിട്ടുകളാ. ബസ് സ്റ്റാൻഡിൽ വെച്ച് ആൾക്കാർ അതും ഇതും പറഞ്ഞു വിചാരിച്ചില്ല. നമുക്കതൊക്കെ മുഖവിലേക്ക് എടുക്കാൻ നോക്കൂ. നല്ല കോട സെന്റ് ജോർജ്. ഒറ്റത്തടിയായിട്ട് ജീവിക്കുമ്പോ ചില ചില്ലറ തമാശകളൊക്കെ കാണിച്ചത് വരും. ചെറുപ്പല്ലേ? അയ്യേ, ബീഡിയാണോ വലിക്കുന്നേ? കേട്ടോ ജെയിംസ് കുട്ടിയെ, ഈ ചില്ലറ പരിപാടി എന്നൊക്കെ പറഞ്ഞ എനിക്ക് ഭയങ്കര പേടിയാ. ഇതുപോലെ ഒരിക്കൽ വേലിയിലിരുന്ന പാമ്പിന്റെ അടുത്ത് കോപം മടിയിൽ വെച്ച് കടി മേടിച്ചവനായി ഞാൻ. എല്ലാം കഴിഞ്ഞപ്പോഴാ അറിയുന്നേ ചെറുക്കൻ രണ്ടാം ഘട്ടമായിരുന്നെന്ന്. എന്തോ ചെയ്യും? ചാർലിയുടെ കാര്യത്തിൽ താൻ അങ്ങനൊന്നും പേടിക്കേണ്ടി വരത്തില്ല. അവൻ എന്റെ അനിയനായോണ്ട് പറയല്ല, പാവമാ. അവന്റെ ഹൃദയം എന്ന് പറഞ്ഞോണ്ടല്ലോ പൂവാ, ചെമ്പരത്തിപ്പൂവ്. ചെമ്പരത്തിപ്പൂവാണെന്ന് ഉറപ്പുണ്ടേ. നല്ലൊരു കേസ് കെട്ടുണ്ട്. ചങ്ങനാശ്ശേരി മലമാക്കയിൽ ഇട്ടിയച്ചൻ തറവാടി. പണ്ട് ഉണക്കമീൻ കച്ചവടമായിരുന്നു. ഇപ്പൊ കൂർഗിൽ കാപ്പിത്തോട്ടം, ഭാരിച്ച സ്വത്ത്, ഒരേ ഒരു മോളി. ഏതായാലും ചാർലി പെണ്ണെ ഒന്ന് കാണണ്ടേ? താൻ പോയി ദിവസം ഉറപ്പിച്ചു. അതിനു മുമ്പായി ജെയിംസ് കുട്ടി ഒരു കാര്യം ചെയ്യേ. ചെറുക്കൻ്റെ ഒരു നല്ല കളർ ഫോട്ടോയും ഒരു 100 രൂപ ഇഞ്ഞെന്നേ. അതേത് വകുപ്പിലെ 100 രൂപ വഴിച്ചെലവ്? വഴിച്ചെലവേ. തറവിടെ നിൽക്ക്. അതകത്തുകൊണ്ടുപോയി. ഇവിടെ എങ്ങാൻ വെച്ചാൽ വലിയൊരു അടിച്ചോണ്ട് പോകും. നല്ലോ ഒരു കൊടയായിരുന്നു എന്റെ കർത്താവേ. ഭൂസ്റ്റല്ലയോ? മത്തായി ചേട്ടാ, പെണ്ണു വീട്ടുകാരോട് തറവാടിന്റെ മഹത്വം പറയുമ്പോ ചെറുക്കന്റെ മഹത്വം കൂടെ പറഞ്ഞേക്കണേ. അത് വേണ്ട.
മുളന്തുരുത്തി ചാക്കോച്ചൻ അല്ല, മുളന്തുരുത്തേൽ ചാക്കോച്ചൻ മകൻ ചാർലി, ചാർലി ചാക്കോ. എങ്ങനെയുണ്ട്, കൊള്ളാവോ? നല്ല ഐശ്വര്യമുള്ള മുഖം. ചുമ്മാ പെടലിരിക്കാതെ ഉളുക്കും. എന്താ സൂഹിച്ചില്ലായിരിക്കും? ആ തരിക്കടില്ല. നീ അവിടെ നിന്ന് മാറി നിൽക്ക്. അവളല്ലേ ഇഷ്ടപ്പെടേണ്ടത്. ചേട്ടാ ഒരു അഭിപ്രായം പറയാൻ മേലെന്ന് വെച്ചാ നീ ഇവിടെ ഒരു അഭിപ്രായം പറയണ്ട, അങ്ങോട്ട് മാറി നിൽക്ക്. എടി ഇവന്റെ ബസ് എപ്പോഴാ? ഇന്ന് ബസ്സില്ല. ബസ് ഉണ്ടല്ലോ 6:30 മണിക്ക്, ചങ്ങനാശ്ശേരി ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ്. ആ, അല്ല അളിയൻ നാളെ ചങ്ങനാശ്ശേരി കാറി പോകുന്നില്ലേ, നമുക്ക് ഒരുമിച്ച് പോവാം. ഞാൻ നാളെ ചങ്ങനാശ്ശേരിക്ക് പോകുന്നില്ല. അല്ല, ഈ കാറിൽ പോകുന്നതിലും ഭേദം ബസ്സിൽ പോകുന്നതാ, ചെലവ് ചുരുക്കാവല്ലോ. എന്നാലേ ഇന്ന് ഞാൻ പോകുന്നില്ല. എന്നാലോ കിട്ടിച്ചാ, ഇത് ഇഷ്ടമായെന്ന് ഒന്ന് നോക്കിക്കേ. എടോ ഞാനല്ലല്ലോ, അവളല്ലേ ഇഷ്ടപ്പെടേണ്ടത്. ഈ മുഖം കണ്ടാൽ ആരാ ഇഷ്ടപ്പെടാതിരിക്കുക? സുമുഖൻ, സുന്ദരൻ, സ്വഭാവശുദ്ധൻ, സൽസ്വഭാവി, വിമല ഹൃദയൻ, ഉദാരമനസ്കൻ, ഉന്നത കുലജാതൻ, ആരോഗ്യവാൻ. ഇതിൽ പറയുന്ന എന്തോ വേണം. പിന്നെ കുറ്റം പറയണമെങ്കിൽ പറയാം. ചെറുക്കൻ ഇടയ്ക്കിടയ്ക്ക് ഏലക്ക തിന്നും. അതെന്തിനാടോ? ശുദ്ധമായ ഉച്ഛ്വാസവായുവിന് മണമടിക്കാതിരിക്കാൻ. മണോ? അല്ല, ഈ മണോന്ന് വെച്ചാ ആഹാരത്തിന് മുമ്പ് ആമാശയത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി മാത്രം. റെഡ് ലേബിൾ, ബ്ലാക്ക് ടേബിൾ, മാറ്റ് ടേബിൾ, ഡൈനിങ് ടേബിളിലൊക്കെ വെച്ച് ഇത് കുറേശ്ശെ കഴിക്കും. കൊള്ളാവോ ഇട്ടിച്ചായ? ഇതെന്താടോ, ചെറുക്കന് മുഖം മാത്രമേ ഉള്ളൂ, കഴുത്തിന് കീഴ്പോട്ട് ഒന്നും കാണുന്നില്ലല്ലോ. അയ്യോ, ഉടലെന്തിരിക്കുന്നു ഇട്ടിച്ചായ? മുഖമല്ലയോ മനസ്സിന്റെ കണ്ണാടി. എന്നാലും അതല്ലല്ലോടോ, ഉടലില്ലാത്തോണ്ട് കാഴ്ചക്ക് ഒരു ഭംഗി പോരാ. ഇട്ടിച്ചായോ, ഇങ്ങോട്ടോക്കേ. സ്ത്രീധനമായിട്ട് ഒരു നയാ പൈസ വേണ്ട, ഒരു തുണ്ട് ഭൂമി വേണ്ട, ഒരു പണവട സ്വർണം വേണ്ട, 100 പവൻ ഇങ്ങോട്ടിട്ട് കെട്ടുക. ഇനി ഒന്ന് നോക്കിക്കേ, വല്ല ഭംഗിക്കുറവുണ്ടോന്ന്. എപ്പോഴാണോ അവര് വരുന്നേ? ഒരു 100 രൂപ കഴിഞ്ഞ നീ നടക്കട്ടെ, എന്നിട്ട് തരാം. എനിക്ക് പെട്രോൾ അടിക്കണ്ടായോ? പെട്രോളിന് വില കൂടുതലാ, ബസ്സിൽ പോയാ മതി. 100 ഉലുവേ. അളിയോ ഒരു 10 രൂപ കൊടുത്തു വിട്. ഇതാരാ? അളിയന. എടാ മോനെ ചാർലി, നീ ഞാൻ പറയുന്നത് കേക്ക്. ഞായറാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് അങ്ങ് എത്തിക്കൊള്ളാമെന്ന് പെണ്ണിന്റെ വീട്ടുകാർക്ക് വാക്ക് കൊടുത്തു പോയി. എന്നോട് ചോദിക്കാതെ. നിന്നോട് ചോദിച്ചാ നീ സമ്മതിക്കുകയല്ല എന്നുള്ളത് എനിക്കറിയാം. എടാ പിന്നെ ഞാൻ പെണ്ണ് വീട്ടുകാർക്ക് വാക്ക് കൊടുത്തു പോയി. നീ ഒരു കാര്യം ചെയ്യും, എന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിട്ടെങ്കിലും നീ വന്ന് പെണ്ണിനെ ഒന്ന് കാണ്. എന്താ, സമ്മതിച്ചോ? സമ്മതിച്ചോന്ന്? പിന്നെ എടാ ഉവേ, ഞാൻ വണ്ടി എടുക്കുന്നില്ല. ഞങ്ങൾ ഞായറാഴ്ച രാവിലെ 7 മണിക്കങ്ങ് എത്തും. നീ നേരെ സ്റ്റേഷനിൽ വന്നാ മതി. ഓക്കെ? ഓക്കെ ആണോന്ന്? ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞങ്ങളെന്ന് പറഞ്ഞത് എന്നെയും കൂടി ചേർത്താണോ? പിന്നല്ലാതെ. എന്നാ ഞാൻ വരില്ല. ഈ ചടങ്ങിൽ നീ ഉണ്ടാവണം. അവന്റെ കാര്യം നീ നോക്കണ്ട. ഞാൻ നിനക്കാരാ? നിനക്ക് എന്നോടൊരു കടമയില്ലേ, ബാധ്യതയില്ലേ? അതുപോലെ തന്നെയാ എനിക്ക് അവനോടും. അവൻ എനിക്കാകെയുള്ള ഒരേ ഒരു കൂടപ്പറപ്പാ, എന്റെ ഒരേ ഒരു ബന്ധു. എനിക്കും ഒരു അനുജത്തി ഉണ്ടായിരുന്നുള്ളൂ, ഒരേ ഒരു അനുജത്തി. മിറ്റം കിടക്കണ കണ്ടില്ലേ? ആ പണിക്കാരൻ എവിടെ പോയി കിടക്കുക? നിന്നോട് അപ്പോഴേ ഞാൻ പറഞ്ഞില്ല ഇന്ന് കുഴിപ്പിക്കേണ്ടത്. കുഴിച്ചു പോയില്ലേ? നീ പോടാണ്. ചെറുക്കന് പ്രായം ഉണ്ടല്ലോ അളിയ.
ഇതന്നെ പെണ്ണുങ്ങളാരും ഇല്ലല്ലോ. നീ നോക്കിയിട്ട് അതേ കണ്ടുള്ള കുഴപ്പം. നല്ല മുഖശ്രീ. കൊള്ളാവുന്നൊരു ദിവസമായിട്ട് എന്റെ വായിന്നൊന്നും കേൾക്കണ്ട, ഞാൻ പറഞ്ഞേക്കാം. നമസ്കാരം. 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 ആ മിറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ സാധിച്ചില്ല. അവനിപ്പോ എന്താ? മുയലോ ചാർലി, പടാ ഇങ്ങോട്ട് അകത്തേക്ക് കയറാം. ഓ എന്താ പോടി. അങ്ങോട്ട് ഇരിക്കാം. ഞാൻ ജെയിംസ് കുട്ടി, ചാർലിയുടെ ചേട്ടനാണ്. ചേട്ടനും അനിയനും ആയാൽ എന്താ, രണ്ടുപേരും കണ്ടാലേ ആനയും അമ്പഴങ്ങയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അയ്യോ ആ ചേട്ടത്തിയേ, ചുരം കയറി വന്നതാ. എല്ലാവർക്കും ദാഹമുണ്ട്. അല്ല, ഈ ചെറുക്കൻ കൊട്ടിൽ വരുമ്പോ പെണ്ണുങ്ങൾ ആരെങ്കിലും കൂടെ കാണണ്ടല്ലേ? പെണ്ണുങ്ങളെന്ന് പറയാൻ ആകെ കൂടെ ഉള്ളത് എന്റെ വൈഫാ. എവരെല്ലാം അങ്ങ് അമേരിക്കയിലല്ലായിരുന്നോ? നമ്മുടെ നാട്ടു നടപ്പും ചടങ്ങും ഒന്നും അവിടെ ഇല്ല. അവിടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് കമ്പ്യൂട്ടറാ. അതാരാ? അല്ല, അത് ഞാനും കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. അപ്പൊ ഇട്ടിച്ചായോ, നമുക്ക് കൊച്ചിനെ വിളിക്കാലോ അല്ലേ? ഭയങ്കര ഉഷ്ണം. ആ ഏതായാലും നീ അവളെ ഒന്ന് വിളി. അതെ, ഇപ്പൊ വിളിക്കാം. അല്ല മാറിക്ക. ഈ മുളന്തുരുത്തേൽ ജുവല്ലേഴ്സ് എന്നൊക്കെ പത്രത്തിൽ കാണാറുണ്ട്. അവരുമായിട്ട് എങ്ങനെയാ? ഞങ്ങളൊക്കെ അല്ല, അതെ, മുളന്തുരുത്തേലല്ല, മുളന്തുരുത്തി ജുവല്ലേഴ്സ്. കൊടുക്കുമോളെ? പേടിക്കാതെ മോളെ. എന്താ മോളെ, പേടിക്കാതെ കൊടുക്കുമോ? പേടിക്കാതെ കൊടുക്കുമോളി. മോളെ, മോളി മോളൂ, വിളിക്കി പെങ്ങളെ മോളിയെ. നിനക്ക് ചെറുക്കനെ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട മോളെ. നീ എന്തിനാ കരയണേ? നിന്നെ വല്ലതും നിർബന്ധിച്ചോ? ഇതെന്തൊരു പെണ്ണാണ് ഇത്? എന്തൊരു ചെറുക്കനാടിയത്? നാത്തൊന്ന് ചുമ്മാ ഇരി. കല്യാണം ആലോചിക്കുമ്പോ ആദ്യം നോക്കേണ്ടത് കാഴ്ചക്കുള്ള പൊരുത്ത. അറിയാമോ എനിക്ക്? ചരട് പോലുള്ള എന്റെ പെണ്ണിനെ കൊണ്ടുവന്നാണോ ഈ പൊണ്ണത്തടിയനെ? അച്ഛന് പറഞ്ഞ ചെറുക്കനെ കൊണ്ടുവരാനൊക്കൂ. അവൈലബിലിറ്റി ഇൻ ദ മാർക്കറ്റ്, അതല്ലേ കൊണ്ടുവരാൻ പറ്റൂ. താൻ എന്റെ മോളമ്മെ കണ്ടതല്ലേ? ഞാൻ മാത്രം കണ്ടാ മതിയോ? ചെറുക്കനും കൂടി കാണണ്ടായോ? മുട്ടിന് തൊടിനായും പറഞ്ഞാണ്ടല്ലോ, അടിച്ചെന്നിട്ട് മുട്ടുകാലിയാണ് ഓടിക്കും. ഞാൻ അപ്പഴേ പറഞ്ഞില്ലായിരുന്നോ ചെറുക്കൻ ജിമ്മിൽ പോയിട്ടുണ്ട്, നല്ല ആരോഗ്യവാനാണെന്ന്? ആരോഗ്യം എന്ന് പറഞ്ഞാൽ പൊരിച്ചാക്കാണോടാ? അതെ, ഞങ്ങളെ ഇങ്ങോട്ട് വരുത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഫോട്ടോ നേരത്തെ കൊടുത്തയച്ചതല്ലേ? കണ്ടു കണ്ടു, മോന്ത മാത്രമുള്ള ഒരു ഫോട്ടോ കൊടുത്തയച്ചത്. മോന്ത മാത്രം? ആ, ഫുൾ സ്കാർഫ് സൈസിലുള്ള ഫോട്ടോ അല്ലേടോ തന്നെ തന്നയച്ചത്? അത് ഡയറി കൊള്ളാത്തോണ്ട് കട്ട് ചെയ്ത് തലയുടലും വേറെയാക്കി. എന്നിട്ട് ബാക്കി എവിടെ? ഞാൻ തിന്നിട്ടൊന്നുമില്ല, സൂക്ഷിച്ചു വെച്ചിരിക്കുക. ആവശ്യപ്പെട്ട കൊടുക്കാൻ. കണ്ടോ, ഇപ്പൊ മനസ്സിലായല്ലോ. എന്നിട്ട് ടീച്ചറിനോട് നിർബന്ധമായും ചോദിച്ചോ ഹോട്ടൽ എവിടെയാണെന്ന്? ചോദിച്ചോ? ആരാ? ഹലോ, ഞാൻ ബിന്ദു. ഹലോ. നമ്മുടെ ചാർലി ചായന്റെ. ചാർലിക്ക് വേണ്ടി നമ്മുടെ ജെയിംസ് കുട്ടി ചായൻ ഏർപ്പാട് ചെയ്ത കാര്യമാ. ഞങ്ങൾ ഇതുവഴി ടൂറിന് ഇറങ്ങിയപ്പോ ചാർലി ചായനെ ഒന്ന് കണ്ടു കളയാമെന്ന് കരുതി. ബിന്ദുവിനും താല്പര്യമാ. ചേച്ചി. അയ്യോ, സമയമില്ല. പിന്നെ ഒന്നോ രണ്ട് കാപ്പി കുടിക്കാനുള്ള സമയമേ ഉള്ളൂ. എന്റെ അങ്കിളിന്റെ ഹൃദയം പൂവാ.
ചെമ്പരത്തിപ്പൂവ്. എന്റെ ചേച്ചി എല്ലാം കൊണ്ടും ഭാഗ്യവതിയാ. നിങ്ങൾ തമ്മിൽ ശാരീരികമായും മാനസികമായും എന്തൊരു പൊരുത്തമാ. Made for each other. ये तुझे के लिए. അങ്കിളും വലിയ നാണക്കാരനാ. ചേച്ചി ഇത്ര മോഡേൺ ആയിട്ട് മടിച്ചാലോ? നിങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെട്ട പിന്നെന്തിരിക്കുന്നു? ചെല്ലു ചേച്ചി, ചെല്ലുന്നേ. ചെല്ല് ബിന്ദു. എന്റെ ഈശോ, എന്താവോ? ആരാ? ഞങ്ങള് വേളാങ്കണ്ണി വന്നതാ. അതിന് വേളാങ്കണ്ണി ഇതല്ലല്ലോ. മത്തായി ചേട്ടൻ എല്ലാം പറഞ്ഞില്ലേ? ഏത് മത്തായി ചേട്ടൻ? നിങ്ങളെ ആരാ ഈ മുറിയിലോട്ട് പറഞ്ഞു വിട്ട്? ഏയ് വിളിക്കണ്ട വിളിക്കണ്ട വിളിക്കണ്ട. ചുണ്ടില് കോഫി. ഈ കൂടിക്കാഴ്ച ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. പാവം മത്തായി ചേട്ടൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാ ഒരു വേളാങ്കണ്ണി ടൂർ സംഘടിപ്പിച്ചത്. ഒറ്റയ്ക്കൊരു സ്ത്രീ ചെറുക്കനെ കാണാൻ വരുന്നത് ശരിയല്ലല്ലോ. ഓ, ഈ കാലത്ത് അങ്ങനൊന്നുമില്ല. വന്നാട്ടെ വന്നാട്ടെ വന്നാട്ടെ. എങ്ങോട്ടാ? അതൊക്കെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ 5 പെമ്മക്കൾക്ക് ഒരു കുഞ്ഞാങ്ങളേ ഉള്ളൂ. അവൻ മസ്കറ്റിലാ. ഞാനാ മൂത്തത്. എന്റെ താഴെ 4 പേര് കല്യാണം കഴിച്ചു കൊടുത്തു. ഇനിയുള്ളത് ഞാനാ. നിങ്ങൾ എന്താ കല്യാണം കഴിക്കാത്തത്? നിങ്ങൾ എന്താ കല്യാണം കഴിക്കാത്തത്? പിടിക്കുകയാണല്ലോ. നമ്മൾ എങ്ങോട്ടാ പോണേ? വരണം വരണം വരണം. കേറണം കേറണം വരണം. ആ കേറണം. വണ്ടി എടുക്കണോ? വണ്ടി എടുക്കണോ? എന്താ വണ്ടി വൃത്തിയായിട്ടവനെ എന്നാ പണിയാ ഇവൻ കാണിച്ചേ? എടാ, നിനക്ക് ജീവിതത്തിൽ ഒരിക്കലും പെണ്ണ് കെട്ടിയടാ. കൂഴത്തൊക്കെ കെട്ടിക്കോ. മുടയില്ലേലും ഞാൻ പോവേ. ഹലോ ബൺ. യെസ് ബൺ. ഞങ്ങൾ കട്ട് മിസൈൽ വിടാൻ പോവാ. ആ വിട്ടോ, വല്ലവന്റെ ഉച്ച വീഴല്ലേ. നോ സർ. റെഡി? യെസ് സർ. 5 4 3 2 1 0. ഓടിക്കടാ. അയ്യോ, എന്താ അപ്പോ തുണിക്ക് തേ പിടിച്ചോ? വേഗം വാ. ഓ ഗോഡ്, മൈ ക്ലോത്ത്സ് ഒക്കെ പോയി. എന്റെ ചുരിദാർ എവിടെ? മൈ ക്ലോത്ത്സ്. അയ്യോ, അവിടുത്തെ ആറാം പറഞ്ഞതിന്റെ പണിയാ. അയ്യോ എന്റെ നൈറ്റി. സോറി ആന്റി. It's all right, my sweetie. മറിയ അങ്കിൾ എബടാ? മറിയ. ഞാൻ പോട്ടെ. മറിയ വരുന്നില്ലാന്ന്. അവളോട് വന്ന് ജ്യൂസ് കുടിക്കാൻ പറ. ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്കാൻ. നീ ഇങ്ങോട്ട് വന്നേ. ഇവിടെ കൊണ്ടുവന്ന് കൊടുത്താലേ കുടിക്കൂന്ന്.
മെറിയ ടൊമാറ്റോ ജ്യൂസ്. എനിക്ക് വേണ്ട. അത് പറ്റത്തില്ല. ആഹാ. ഓ ഇറ്റ്സ് എ ഫോൺ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. പറഞ്ഞു. എന്താ പറയാത്തെ? അത് ആ എന്റെ അങ്കിൾ ബൺ നല്ലൊരു ഭർത്താവായിരിക്കും. കുട്ടികളെ സ്നേഹിക്കുന്ന നല്ലൊരു ഡാഡി ആയിരിക്കും. വീട്ടുജോലികളൊക്കെ കൃത്യമായി വൃത്തിയായിട്ട് ചെയ്യും. പിന്നെ പാട്ട് പാടും, പിയാനോ വായിക്കും, നന്നായിട്ട് ഡാൻസ് ചെയ്യും. പിന്നെ പിന്നെ വല്ലപ്പോഴും വല്ലപ്പോഴും ഉള്ളി തിന്നും. ഉള്ളി തിന്നും. ഉള്ളിയോ? ഉള്ളി